അരുൺ കൊടുങ്ങൂരിലേക്ക് പോവാണ് ഒരിക്കൽ കൂടി അരുണിലേക്ക് വരുന്നു. കാര്യം നാരായണവർമ്മജിയുടെ പ്രതികരണം അതിന് ശേഷം അരുണിലെ ലൈവിൽ നിൽക്കുമ്പോഴാണ് ഷാങ്ഹായ് ഉച്ചകോടിയിലെ വേദിയിലേക്ക് പ്രധാനമന്ത്രി കടന്നെത്തിയത്. അരുൺ, ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ഇതൊരു നഗരങ്ങളിലൊക്കെ കാണുന്ന വലിയ വലിയ ക്ലബിന് മെമ്പർഷിപ്പ് കൊടുക്കുന്ന പോലെ കോടികളും ലക്ഷങ്ങളും പിരിച്ചിട്ട് ഇവിടെ സംഭാവന നൽകുന്നവർക്ക് പ്രിവിലേജ് കാർഡുകൾ നൽകുന്നു. 1. 2, എന്തൊക്കെയാണ് ഇതിൻ്റെ പേരിൽ നടത്തുന്നത്? 3, ഏറ്റവും പ്രധാനം, ഇത് നല്ലതാണ് അരുൺ കൊടുങ്ങൂർ. കാര്യം ആരെങ്കിലുമൊക്കെ 7 വർഷം മുമ്പ് നടന്നതൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓർത്തെടുക്കാനുള്ളൊരു അവസരം കൂടി ആവുകയാണ്. അരുൺ കൊടുങ്ങൂർ. തീർച്ചയായും അതുതന്നെയാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് അത് PN നാരായണവർമ്മ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ അയ്യപ്പൻ്റെ ഖ്യാതി അത് ലോക പ്രശസ്തിയിലേക്ക് എത്തിക്കാൻ ഇങ്ങനൊരു കേവലം ഒരു സമ്മേളനം കൊണ്ടൊന്നും ആവശ്യമില്ല. അയ്യപ്പൻ്റെ ഖ്യാതി അത് ലോകത്തിലേക്ക് ഏറ്റവും പ്രചാരമായി തന്നെ വരുന്ന ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നും ഭഗവാനെ ദർശിക്കാൻ ഓരോ മണ്ഡലകാലത്തും ഭക്തലക്ഷങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്, കാത്തിരിക്കുകയാണ് ആ ഒരു ദിവ്യ ദർശനത്തിന് വേണ്ടി. ആ ശബരിമലയുടെ ഖ്യാതിക്ക് ഇങ്ങനെ ഒരു അയ്യപ്പ ഭക്ത സംഗമമൊന്നും നടത്തേണ്ട എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത്. പക്ഷേ നടത്തുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. പക്ഷേ അത് വേണ്ട രീതിയിൽ കൃത്യമായി തന്നെ നടത്തണം. ദേവസ്വം ബോർഡ് തന്നെ നേരിട്ട് കൊണ്ട് ഭക്തർക്ക് അനുകൂലമാകുന്ന രീതിയിലേക്ക് ഇത്തരത്തിലുള്ള സത്യവാങ്മൂലം ഉൾപ്പെടെ പിൻവലിച്ചുകൊണ്ട് സർക്കാർ പങ്കെടുക്കുമ്പോൾ ഭക്തർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിച്ചുകൊണ്ട് അത് കൃത്യമായി തന്നെ അയ്യപ്പനോടുള്ള ഭക്തിയോടെ വിശ്വാസത്തോടെ തന്നെ ഈ ഒരു അയ്യപ്പ ഭക്ത സംഗമം നടത്തണം എന്നുള്ള ഒരു കാര്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയത്തിനും ബിസിനസ്സിനും അപ്പുറത്തേക്ക് ഭക്തരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അയ്യപ്പൻ്റെ വിശ്വാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഗമമാകണം നടത്തേണ്ടത് എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. എന്തായാലും സർക്കാർ ഈ അയ്യപ്പ ഭക്ത സംഘവുമായി മുന്നോട്ട് പോകുമ്പോൾ എതിർപ്പുകൾ വലിയ രീതിയിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിൻ്റെ എതിർപ്പുകൾ പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോഴാണ് ഇന്ന് വൈകിട്ട് 3 മണിയോടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തും. അത് തിരുവനന്തപുരത്താണ് വാർത്താ സമ്മേളനം നടത്തുന്നത്. ഏതായാലും കഴിഞ്ഞ തവണയൊക്കെ അയ്യപ്പ ഭക്ത സംഘവുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനങ്ങൾ അത് ദേവസ്വം മന്ത്രി VN വാസവൻ നേരിട്ടായിരുന്നു വാർത്താ സമ്മേളനമൊക്കെ തന്നെ നടത്തിയിരുന്നത്. പക്ഷേ ഇന്ന് ആദ്യമായാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ ഒരു വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും കൂടുതൽ വ്യക്തത, അതായത് ഒരുപാട് ചോദ്യങ്ങൾ ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, ഒരുപാട് ആരോപണങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്, ഒരുപാട് വിവാദങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതോടൊപ്പം തന്നെയാണ് PN നാരായണവർമ്മ അടക്കമുള്ള ആളുകളുടെ നിശിതമായ വിമർശനങ്ങൾ കൂടി വരുന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം, ഈ ഇത്തരത്തിലുള്ള വാണിജ്യ താല്പര്യത്തോടെ നടത്തുന്ന ഈ ഒരു അയ്യപ്പ ഭക്ത സംഗമം അത് ഒരു കാരണവശാലും നമുക്ക് സമയം വളരെ കുറച്ചേ ഉള്ളൂ. ഒരിക്കൽ കൂടി വളരെ വ്യക്തമാകേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അയ്യപ്പൻ്റെ പ്രശസ്തി ആഗോള തരത്തിൽ എത്തിക്കാനോ ഇവർ ഈ സംഗമം നടത്തുന്നത്? ഇവരെന്താണ് ധരിച്ചിരിക്കുന്നത്? അയ്യപ്പന് നല്ല രീതിയിൽ നമ്മുടെ മറ്റേ എന്ത് ബസ്സോ, നവകേരള ബസ്സോ, അതുപോലെ ഒരു PR ഒക്കെ നടത്തി അയ്യപ്പൻ്റെ ഖ്യാതി ലോകമെമ്പാടും എത്തിച്ചിട്ട് ലോകമെമ്പാടും നിന്നുള്ള ആൾക്കാരെ വരൂ, പണം മുടക്കൂ, അയ്യപ്പനെ കാണാൻ എത്തൂ എന്ന് പറഞ്ഞിട്ടുള്ള റോഡ് ഷോ നടത്തണം എന്നാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണോ പണം മുടക്കി ഇവിടെ നടത്താൻ പോകുന്ന ഒരു കോൺക്ലേവ് ആണോ, ശ്രീ അയ്യപ്പ ശബരിമല അയ്യപ്പ കോൺക്ലേവ് ആണോ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? അയ്യപ്പൻ എന്ന പ്രോഡക്റ്റിനെ വിൽക്കാനാണോ ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്ത് തരത്തിലുള്ള ആഗോള പ്രശസ്തിയാണ് ഈ സർക്കാർ, ആചാര ലംഘനത്തിന് കൂട്ടുന്ന സർക്കാർ, വാശി പിടിച്ച് അവിശ്വാസികളായ സ്ത്രീകളെ പോലീസ് വേഷം ധരിപ്പിച്ച് ഒളിപ്പിച്ച് സന്നിധാനത്തേക്ക് കടത്താൻ ശ്രമിച്ച ഈ സർക്കാരും ഈ സംവിധാനവും ആചാര ലംഘനത്തിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ച ഈ സർക്കാർ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? അയ്യപ്പനെക്കുറിച്ച് ഇവരെന്താണ് ധരിച്ചിരിക്കുന്നത്? വിശ്വാസികളെക്കുറിച്ച് ഇവരെന്താണ് ധരിച്ചിരിക്കുന്നത്? എന്താണ് ഉദ്ദേശം? എന്താണ് ഇവർ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത്? പരിഹസിക്കുകയാണോ അതോ വീണ്ടും വേദനിപ്പിക്കാനുള്ള പുറപ്പാടാണോ? അരുൺ കൊടുങ്ങൂർ. തീർച്ചയായും അതിൽ 2 വാക്കിൽ ഉത്തരം പറയാം. വിശ്വാസികൾ എന്ത് എന്ന്, ഭക്തരെന്ത് എന്നുള്ളത് സർക്കാരിന് മനസ്സിലായി. അതോടൊപ്പം തന്നെ സർക്കാർ ഈ വിഷയത്തിൽ പുലർത്തുന്ന ഉദ്ദേശം എന്ത് എന്നത് ഭക്തർക്കും മനസ്സിലായി. ഈ ഒറ്റ വാക്കിൽ തന്നെ ഇതിനുള്ള ഒരു മറുപടിയുണ്ട്. കാരണം വലിയ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ് സർക്കാർ നേരിട്ട് ദേവസ്വം ബോർഡിൻ്റെ സഹായത്തോടെ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നേരിട്ട് സർക്കാരിൻ്റെ സഹായത്തോടെ, രണ്ടുപേരും പരസ്പര സഹകരണത്തോടെ ഈ ഒരു ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ പമ്പാ നദീതീരത്ത്, പമ്പാ മണപ്പുറത്ത് ഇങ്ങനെ ഒരു ഭക്ത സംഗമം നടത്താൻ തീരുമാനിച്ചത്.
ആദ്യ വാർത്താ സമ്മേളനത്തിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഏറ്റവും അയ്യപ്പനോടുള്ള വിശ്വാസം ഭക്തിയൊക്കെ തന്നെ നിറഞ്ഞു നിന്നിരുന്ന വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനത്തിനപ്പുറത്തേക്ക് ഓരോ കാര്യങ്ങൾ അത് ഓരോ ദിവസങ്ങളും ഇങ്ങനെ പുറത്തോട്ട് വരികയാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ കൂടി പുറത്തു വരാനുണ്ട്. ഈ സമയത്ത് തന്നെയാണ് എന്തായിരുന്നു ഇതിന് പിന്നിലുള്ള ലക്ഷ്യമെന്ന് സർക്കാരിന് തന്നെ അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിന് തന്നെ തുറന്നു പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് ഭക്തർക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഭക്തർക്ക് മനസ്സിലാക്കുകയും ദേവസ്വം ബോർഡിന് ഭക്തർ എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും നേരത്തെ തന്നെ ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെ സൂചിപ്പിച്ച പോലെ ഇത്തരത്തിൽ ഇതുപോലെ അയ്യപ്പ ഭക്ത സംഘവുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, വലിയ രീതിയിലുള്ള ചെറുപ്പ് നിർത്തുകൾ, വലിയ രീതിയിലുള്ള സമരങ്ങളടക്കം ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ്